ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിന് പകരം കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെ സിപിഐ നേതാവ് പ്രകാശ് ബാബുവിന് വീണ്ടും കടുംവെട്ട്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിന് പകരം കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെ. അതേസമയം സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് സിപിഐ നേതൃത്വത്തിന്റെ വിശദീകരണം. കാനത്തിന് ശേഷം പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം പ്രകാശ് ബാബുവിന് നഷ്ടപ്പെട്ടതും കപ്പിനും ചുണ്ടിനുമിടയിലാണ്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയെ എടുത്തത് സ്വാഭാവികമായ നടപടിയെന്നാണ് സിപിഐയുടെ വിശദീകരണം. പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയതല്ലെന്നും ബിനോയ് വിശ്വം നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ ആനി രാജയെ നിലയിലാണെന്നുമാണ് സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം മാറിയതോടെ ആ ഒഴിവിലേക്ക് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBിക്കെതിരെ നാട്ടുകാർ. വിളിച്ചിട്ട് ഓഫീസിൽ ആരും ഫോൺ എടുത്തില്ല. കാസർഗോഡ് ബദിയടുക്കയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നാട്ടുകാർ. കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് ഷോക്കേറ്റാണ് യുവാവിന് ദാരുണാന്ത്യമുണ്ടായത്. മരണകാരണം KSEBിയുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടമുണ്ടായ ഉടൻ വിളിച്ചിട്ട് ബദിയടുക്ക ഓഫീസിലെ ആരും ഫോൺ എടുത്തില്ല. അരമണിക്കൂർ നിരന്തരം പരിശ്രമിച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഷോക്കേറ്റ യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കും ഷോക്കേറ്റതോടെ രക്ഷാദൌത്യം വൈകി. യുവാവിനെ രക്ഷിക്കാൻ കഴിയാതിരുന്നത് ഇക്കാരണത്താലാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ട വീടിന്റെ മതിലിടിച്ച് അപകടം. കൂത്താട്ടുകുളം പാലാ റോഡിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് അപകടം. ഇന്ന് രാവിലെ 8:30 സംഭവം നടന്നത്. കൂത്താട്ടുകുളത്തു നിന്നും രോഗിയെ കൊണ്ടുവരുന്നതിനായി രാമപുരത്തേക്ക് പുറപ്പെട്ട ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. പാലാ റോഡിൽ മാരുതി കവലയ്ക്ക് സമീപം വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മതിലിന്റെ ഗേറ്റ് ഉൾപ്പെടുന്ന ഭാഗവും സമീപത്ത് നിന്നിരുന്ന ടെലിഫോൺ പോസ്റ്റും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. മഴയെ തുടർന്ന് റോഡിലുണ്ടായ വഴുക്കലാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഉടമകളില്ലാത്ത ട്രോളി ബാഗും ഷോൾഡർ ബാഗും പരിശോധിച്ചപ്പോൾ 28 കിലോ കഞ്ചാവ്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 2 ബാഗുകളിൽ നിന്നായി 20-ലേറെ കിലോ കഞ്ചാവ് പിടികൂടി. പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് RPF സംഘവുമായി ചേർന്ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് വലിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയത്. സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഉടമസ്ഥനില്ലാതെ കണ്ടെത്തിയ ഒരു ട്രോളി ബാഗും ഷോൾഡർ ബാഗും തുറന്നപ്പോഴാണ് കഞ്ചാവ് കണ്ടത്. ട്രോളി ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ 18.7 കിലോഗ്രാം കഞ്ചാവും ഷോൾഡർ ബാഗിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ 9.42 ഗ്രാം കഞ്ചാവുമാണ് ഉണ്ടായിരുന്നത്. ട്രെയിനിൽ വന്ന പ്രതികൾ പരിശോധന കണ്ട് ഭയന്ന് കഞ്ചാവ് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണെന്നാണ് പ്രാഥമിക നിഗമനം. സ്റ്റേഷനിലെ CCTV കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുകയാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. നിർഭയ കേന്ദ്രത്തിൽ നിന്നും പുറത്തു ചാടിയ പെൺകുട്ടികളെ കണ്ടെത്തി പോലീസ്. നിർഭയ കേന്ദ്രത്തിൽ നിന്നും 19 പെൺകുട്ടികൾ പുറത്തു ചാടി. പാലക്കാട് മരുത റോഡ് കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ നിർഭയ കേന്ദ്രത്തിൽ നിന്നാണ് പെൺകുട്ടികൾ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു ചാടിയത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടികളെ പോലീസ് കണ്ടെത്തി. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പോക്സോ കേസുകളിലെ അതിജീവതകൾ അടക്കമുള്ളവരാണ് ജീവനക്കാർ കാണാതെ പുറത്തു ചാടിയത്. കുട്ടികളെ കാണാത്തതിനെ തുടർന്ന് കേന്ദ്രത്തിലെ അധികൃതരാണ് പോലീസിൽ വിവരമറിയിച്ചത്. കുറേ ദിവസങ്ങളായി കുട്ടികൾ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി കസബ ഇൻസ്പെക്ടർ പറഞ്ഞു.